ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാൻ നാം നിർബന്ധിതരായി. ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ നാസർ ഫൈസി സ്ത്രീകളുടെ ഈ നിലക്കുള്ള അഴിഞ്ഞാട്ടത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞു. ഇനി റഹ്മത്തുള്ള ഖാസിമിയുടെ പ്രഭാഷണം വരാനിരിക്കുകയുമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ള ചില പരിധികളുണ്ട്. ഒരു ഇസ്ലാമിക സംഘടന എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായും ആ പരിധി അംഗീകരിക്കേണ്ടവരായിരുന്നു. ഭൗതികമായ കാര്യത്തിൽ പോലും സ്ത്രീകളുടെ പരിധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പുരുഷന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു നിലപാടിലാണ് അവർ നിന്നത്. പിന്നെ മുദ്രാവാക്യം മുഴക്കുന്നതും നോട്ടീസ് പതിക്കുന്നതും അതുപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാവും എന്നത് തന്നെയാണ് വസ്തുത. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ശരീഅത്തിന്റെ വീക്ഷണത്തിൽ അത് ഒരിക്കലും ശരിയല്ല എന്നതാണ് ഇവിടെ സമർത്ഥിക്കപ്പെട്ടത്. മാത്രമല്ല ഇവരുടെ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂറത്തുൻ നൂറിലും മറ്റും വളരെ വിശദമായി സ്ത്രീകളുടെ പരിധിയെ സംബന്ധിച്ച് അവരുടെ പരിമിതിയെ സംബന്ധിച്ച് പ്രബോധന കാര്യങ്ങളിൽ അവർ ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുള്ളതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച പരിധിയുടെ അപ്പുറത്തേക്ക് ചാടുന്ന ഒരവസ്ഥ ഒരിക്കലും അത് മുസ്ലിം സംഘടനക്ക് യോജിച്ചതല്ല. ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള വ്യത്യസ്തമായ സംഘടനക്കാരുണ്ട്. സുന്നികൾ മാത്രമല്ല ബിദഈ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുമുണ്ട്. അവരൊക്കെ പുറകിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവർ ഈ കുറ്റിപ്പുറത്ത് വെച്ച് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രസംഗങ്ങള്, പത്രസമ്മേളനങ്ങൾ, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പറയാത്ത ചില കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് എന്നതാണ് ഇതിന്റെ സൂചന. പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ കുറെ ആളുകൾ പോയി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒരുപാട് സ്ത്രീകളെ ഇതിന് ആവശ്യമുണ്ടാവും. അപ്പോ അതിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അതിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഒരു പരസ്യം മുഖേന, ഒരു സമ്മേളനം മുഖേന കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇനി കുറച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള മത്സരം നമുക്ക് കാണാം. ബുർഖ ഉണ്ടായിന്ന് വരും, അല്ലെങ്കിൽ മുഖം മറക്കാത്ത നിലയിലുള്ള വസ്ത്രം ഉണ്ടായിന്ന് വരും. ആ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണോ എന്നുള്ളത് നേരിട്ട് കാണാൻ കുറച്ച് സമയം കൂടി എടുക്കേണ്ടി വരും. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഏതടിസ്ഥാനത്തിലാണ് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ പറയുന്നത് എന്നതാണ് അവരോട് ചോദിക്കാനുള്ളത്. ആ നിലക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫെമിനിസ്റ്റുകൾ ഫ്രാൻസിലും അതുപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ സ്വത്താവകാശത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്ക് എന്ത് ഒക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങൾക്കും കിട്ടണം, പുരുഷന്മാരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും, ചെയ്യാൻ അർഹതയുള്ളവരാണ് എന്ന വാദം ആദ്യമായി ഫ്രാൻസിൽ ഫെമിനിസ്റ്റുകളാണ് കൊണ്ടുവന്നത്. അതിന്റെ തുടർച്ചയിലേക്കാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടവരാണെന്ന് പറയാനാണ് നല്ലത്. ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാരാണെന്ന് മാറ്റിയിട്ട് ഫെമിനിസ്റ്റുകളാണ് എന്നാക്കുക. അത് ഫ്രാൻസിലേക്ക് ചേർന്നാണെന്ന് പറയാം. കുറച്ചു കഴിയുമ്പോൾ മക്കനെ വേണ്ടാന്ന് പറയാം. അതുള്ള ആളുകൾ ഒഴിവാക്കി കിട്ടേണ്ടതാണ്. അതാണ് സ്ത്രീകൾക്ക് അഭികാമ്യമായിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത്. ഞാൻ കൂടുതലായി പറയുന്നില്ല. മഗ്‌രിബോട് അടുത്തിരിക്കുകയാണ്. എല്ലാവരും മുകളിലാക്കി നിസ്കരിക്കേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട നാസർ ഫൈസി നിങ്ങളോട് കൂടുതൽ സംസാരിച്ചു. ഇനി വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഇവിടെ വരികയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഇതുവരെ കാലം ഇത്രയും വരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു പ്രവർത്തനത്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ നിറം നൽകിയിട്ടുള്ളത്. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുകയില്ല. അതിനെ എതിർക്കണം, അതിനെ എതിർത്ത് തോൽപ്പിക്കണം.
രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളും. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ ഇത് അനുവദിക്കപ്പെടുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും അതിനെ വർജിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തിന്റെ പേരിലാണ് നടുടെ തീരത്ത് വെച്ചുകൊണ്ട് സുന്നികളെ മുഴുവൻ പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചത്? ഏത് ഇസ്ലാമിന്റെ നിലപാടിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അത്തരം സ്ത്രീകളെ പൊതുരംഗത്തിറക്കിക്കൊണ്ട് പ്രചരണം നടത്തിയത്? ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി മതപക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ സംഘടനകളുടെ സമ്മേളനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളും ചേർത്ത് വെച്ചുകൊണ്ടല്ല ഈ സമ്മേളനം. സുന്നി മുജാഹിദ് എന്ന് പറയുന്ന കൂട്ടത്തിൽ എണ്ണാനും കസേര കിട്ടാനും ആഗ്രഹിക്കുന്നവരാ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മതത്തിന്റെ പേരിൽ നടക്കുന്ന വൈകല്യങ്ങളെ തിരിച്ചറിയാനും പറഞ്ഞു കൊടുക്കാനും സുന്നികൾക്ക് സാധിക്കും. അതിന്റെ അർത്ഥം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെ ചേർത്ത് വെച്ചുകൊണ്ട് സമസ്ത പറയുമെന്നല്ല. മതേതര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കാൻ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷെ അത് അതിര് വിട്ടാൽ അവിടെയും വിമർശിക്കാനും സമസ്തകല ജമീയത്തുലമ തയ്യാറായിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. പൊതുരംഗത്ത് സ്ത്രീകൾ കടന്നു വരികയും പുരുഷന്മാരെക്കാൾ കൂടുതൽ അർദ്ധരാത്രി സന്ദർഭത്തിൽ പോലും പോസ്റ്റർ ഒട്ടിക്കാനും പ്രചരണം നടത്താനും പ്രസംഗിച്ചു നടക്കാനും വനിതകൾ കേരളത്തിൽ ഉടനീളം ശ്രമിക്കുകയും ചെയ്തത് ഏത് ഇസ്ലാമിന്റെ ദഅവത്താണ്? ഏത് മതത്തിന്റെ പ്രബോധനമാണ്? ഇസ്ലാമിക പ്രസ്ഥാനം ഞങ്ങൾക്ക് തിരിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവനും പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്തടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീകളുടെ രാഷ്ട്രീയക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവർത്തനം മതത്തിന്റെ പേരിൽ ചെയ്യാൻ മുന്നോട്ട് വന്നത്? ഇത് നവോത്ഥാനമാണ്. നവോത്ഥാനം എന്താണെന്ന് സമസ്തകളുടെ ജമീയത്തുലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ശാക്തീകരണം നൽകാൻ പ്രകൃതി അല്ലാഹു തആല നൽകിയ ശക്തിക്കപ്പുറത്ത് ജമാഅത്ത് എത്ര ശ്രമിച്ചാലും പെണ്ണിന് പ്രത്യേക ശക്തി ലഭിക്കുക സാധ്യമല്ല. അല്ലാഹു കൊടുത്ത പ്രകൃതി സഹജമായ ശക്തിക്കപ്പുറത്ത് മറ്റൊരാൾ വെച്ചു കൊടുക്കേണ്ടതല്ല ശാക്തീകരണം. അബുലാല മൗദൂദി തന്നെ ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ അയാൾ പറഞ്ഞത്, സ്ത്രീ കേവലം ശക്തി ക്ഷയിച്ചിട്ടുള്ള വിഭാഗമാണ്, പ്രകൃതി അവർക്കത്രേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ മേൽ മറ്റൊന്ന് വെച്ചു കെട്ടുക സാധ്യമല്ല എന്നാണ്. പിന്നെ ജമാഅത്ത് എന്തിനടിസ്ഥാനത്തിലാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് പൊതുരംഗത്ത് കൊണ്ടുവരുന്നത്? ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പേരിലാണോ? ഇസ്ലാമിക നവോത്ഥാനം എന്തെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം സമസ്തയാണ്. സുന്നികളെ യാഥാസ്ഥികന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട്. ഇവിടെയും പ്രസംഗിച്ചവർ പറഞ്ഞത് സുന്നികൾ യാഥാസ്ഥികന്മാരാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് യാഥാസ്ഥികത്വം? പഴമയെ അതേപടി പിന്തുടരുക എന്നാണോ യാഥാസ്ഥികത്വം എന്ന പദത്തിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ 1000 തവണ യാഥാസ്ഥികന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളെ ആക്ഷേപിച്ചാലും 1001 തവണ അത് കേൾക്കാൻ കൂടിയുള്ളതാണ് സുന്നികൾക്ക് യാഥാസ്ഥികത്വം എന്ന പദം. എന്തുകൊണ്ടെന്നാൽ പഴമയെ അതേപടി പിന്തുടരുക സുന്നികൾ തന്നെയാണ്. യാഥാസ്ഥികന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പദമാണത്. ലോകത്തിലെ ആദ്യത്തെ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രമേയം. ആ പ്രമേയമാണ് ലോകം ആദ്യം പരിചയപ്പെട്ടത്. അതുകൊണ്ട് ആ പ്രമേയത്തെ മാറ്റാതെ തിരുത്താതെ തുടരാൻ കേരളത്തിലെ സമസ്തകളുടെ ജമീയത്തുൽ ഉലമ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് പോകും. അത് യാഥാസ്ഥികത്വമാണ്. യാഥാസ്ഥികത്വ പ്രവർത്തനങ്ങളെ
പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകലാകുന്നു സുന്നികളുടെ പ്രവർത്തനം. അഥവാ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വ്യതിചലനമില്ലാതെ കൊണ്ടുപോവുക. യാഥാസ്ഥികത്വം എന്ന പദം ആക്ഷേപിക്കാൻ ഉപയോഗപ്പെടുത്തണ്ട, നന്മയുടെ വാക്കാണ്. ഇനി യാഥാസ്ഥികത്വം എന്നതും നവോത്ഥാനം എന്നതും എന്തെന്ന് ചേർത്ത് വെച്ചു കൊടുക്കാൻ കഴിവുറ്റ പ്രസ്ഥാനം സമസ്ത മാത്രമാണ്. യാഥാസ്ഥികത്വവും നവോത്ഥാനവും പരസ്പരം വൈരുദ്ധ്യ പദങ്ങളല്ല. നവോത്ഥാനം എന്താണെന്ന് പഠിപ്പിക്കാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് രംഗത്ത്? വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാനം പഠിപ്പിച്ചത് സമസ്തയാണ്. രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾ തമ്മിൽ ഭേദം പുലർത്തുന്നു. 30 വർഷക്കാലം ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ 75% പോലും മുസ്ലിമീങ്ങൾക്ക് പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസമില്ലെങ്കിൽ, കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് 100% പ്രൈമറി തല വിദ്യാഭ്യാസവും ഭേദപ്പെട്ട നിലവാരത്തിൽ ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസ ഗുണമേന്മയും ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലാണ്. ആ റിപ്പോർട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു മാഗ്ന കാർട്ടയാണ്. ആ സത്യത്തിന്റെ രേഖ പറയുന്നു, കേരള മുസ്ലിമീങ്ങൾ ഭേദപ്പെട്ട നിലവാരം പുലർത്തുന്നു എന്ന്. അഥവാ വിദ്യാഭ്യാസപരമായി കേരള മുസ്ലിമീങ്ങൾ ഉന്നതിയിലാണ്. മതം അവരോട് പറയുന്നത് പുരോഗമനപരമായ പഠനം പാടില്ല എന്നാണെങ്കിൽ, വിദ്യാഭ്യാസപരമായി പുരോഗതി നേടാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ, കേരളത്തിലെ 90% മുസ്ലിമീങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന സമസ്തയെ സ്വീകരിച്ച കേരളത്തിലെ മുസ്ലിം സമുദായമാകുമായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കേണ്ട സംസ്ഥാനം. മുസ്ലിമീങ്ങളെ നിയന്ത്രിച്ചത് 90%-ഓളം സുന്നികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുന്നികൾ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസ്ഥാനം. അതിന്റെ തെളിവും സാക്ഷ്യപത്രവുമാണ് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. സുന്നികൾ പിന്തിരിപ്പന്മാരായിരുന്നുവെങ്കിൽ, സമുദായത്തിന്റെ പുരോഗതിക്ക് പാരവെച്ചവരായിരുന്നുവെങ്കിൽ, വിദ്യാഭ്യാസ നവോത്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചവരായിരുന്നുവെങ്കിൽ, രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുക, ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം വിദ്യാഭ്യാസപരമായി മുസ്ലിമീങ്ങളുടെ ഭാഗത്തോളം കേരളമാകുമായിരുന്നു. പക്ഷേ പറയുന്നു കേരളമാണ് ഉന്നതിയിലെന്ന്. അതിന്റെ അർത്ഥം സമസ്തകളെ ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസത്തിന് മുന്നോക്കം നിന്ന പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ സ്വീകരിച്ച പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് പുരോഗമനം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആദർശപരമായി ചില സംഘടനകൾ കൊടുത്തിട്ടുള്ള തെറ്റായ മെസ്സേജ് അതിന്റെ കാരണമായിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒന്നാം പ്രതി അബുൽ ആല മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയ. ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ വിദ്യാഭ്യാസം നേടിയിട്ട് താകൂട്ടി ഗവൺമെന്റിൽ ജോലി ചെയ്യലാണെങ്കിൽ ആ ജോലി സ്വീകരിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞത്. മുസ്ലിമീങ്ങളുടെ പുരോഗതിയെ മുഴുവനും പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചവർ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പിന്നോക്കത്തിന്റെ പ്രധാനമായി ആദർശം അല്പമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയ. അവിടെ സുന്നികളില്ല. പുരോഗമനത്തിന്റെ കൂട്ടത്തിൽ സുന്നികളുണ്ട്, നവോത്ഥാനത്തിന്റെ കാര്യത്തിൽ സുന്നികളുണ്ട്. കലാസാഹിത്യത്തിന്റെ രംഗത്താണോ മുസ്ലിമീങ്ങൾക്ക് ഉന്നതി നേടേണ്ടത്? അതിന് സംഭാവന കൊടുത്തത് സുന്നികളാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ചുകൊണ്ട് നടന്ന വിദ്യാർത്ഥികളുടെ യുവജനോത്സവം, കലാസാഹിത്യ മത്സരം, കലാപ്രകടനം മാറ്റുരച്ചപ്പോൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലക്ക് സ്ഥാനം 1 കിട്ടി. ജഡ്ജിമാർ പറയുന്നു ആ സ്ഥാനം എല്ലാം കൊടുത്തത് പ്രധാനമായും മാപ്പിള കലയാണ്. മാപ്പിള സാഹിത്യമാണ്, മാപ്പിള കലയാണ്. ആ മാപ്പിള കലയിൽ നമ്പർ 1 മാപ്പിള പാട്ടാണ്. മാപ്പിള പാട്ടാകുന്നു മാപ്പിള സാഹിത്യത്തെ ഇന്നും നിലനിർത്തുന്നതും മാപ്പിള സാഹിത്യത്തിന്റെയും കലയുടെയും കുലപതി മാപ്പിള പാട്ട് എന്ന സർവരാലും അംഗീകരിക്കപ്പെടുന്നുവെങ്കിൽ ആരാണതിന്റെ കാരണം? വിജയിച്ചിട്ടുള്ള സ്ഥാനം നേടിയിട്ടുള്ള സകല മാപ്പിളപ്പാട്ടും മോയിൻകുട്ടി വൈദ്യർ രചിച്ചിട്ടുള്ള ബദർപാട്ടും പടപ്പാട്ടുമാണ്.
ബദർ പാട്ട് പാടുന്നതും പടപ്പാട്ട് പാടുന്നതും ശിർക്കെന്ന് പറയുന്ന ജമയും മുജയുമാകുന്നോ കേരള മുസ്ലിമീങ്ങളെ പുരോഗതിയിൽ കൊണ്ടുപോയവർ? സാഹിത്യത്തിന്റെ കുലപതി മൊയ്കുട്ടി വൈദ്യരാണ്. മൊയ്കുട്ടി വൈദ്യരുടെ സൃഷ്ടി മുഴുവനും ശിർക്കെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ നദവത്തുൽ മുജാഹിദീൻ അവരെങ്ങാനാണോ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് കലയും സാഹിത്യം കൊടുത്തതല്ല. മാപ്പിളപ്പാട്ടിനെ ഇന്നും പിടിച്ചു നിർത്തിക്കൊണ്ട് പാരമ്പര്യത്തിന്റെ പഴക്കത്തിന്റെ മുമ്പിലും യാഥാസ്ഥികത്വ പാട്ടാകുന്ന ബദർ പാട്ട് 21ാം നൂറ്റാണ്ടിന്റെ മുമ്പിലും പാടാനും പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കാനും അതിന് പത്തനമാറ്റിന്റെ തുളക്കുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും സാധിച്ചത് സുന്നികളുടെ പ്രവർത്തനമാണ്. ബദർ പാട്ട് എടുക്കപ്പെട്ടാൽ മാപ്പിളപ്പാട്ട് കുടിച്ചു മൂടപ്പെട്ടനെ. മാപ്പിളപ്പാട്ടിന്റെ കൂട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പരിപ്രേക്ഷ്യമായി ബദർ പാട്ടിന് വലിയ സ്വാധീനമുണ്ട്. 400 വർഷം കഴിഞ്ഞുമ്പോഴും മൊഹിദ്ദീൻ മാലക്ക് ജാജ്വല്യമാനമായ തിളക്കമുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആ മൊഹിദ്ദീൻ മാലയെ ഇന്നും പരിപോഷിപ്പിക്കുന്ന സുന്നികൾ കേരളത്തിലുള്ളത് കൊണ്ടാണ്. സാഹിത്യത്തിന്റെ നവോത്ഥാന രംഗത്ത് ആർക്കാ സംഭാവന? കലയുടെ സംഭാവനയിൽ നവോത്ഥാന രംഗത്ത് ആർക്കാ സംഭാവന? ഇതൊക്കെ നോക്കുമ്പോൾ സുന്നികൾക്കാണല്ലോ നമ്പർ 1 സ്ഥാനം. പിന്നെ സുന്നികൾ എവിടെയാ നവോത്ഥാനത്തിനെതിരെ എന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ മംഗമാർ പറയുന്നത്? വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സ്ത്രീയുടെ നവോത്ഥാനം ആരെവിടെ നിർവഹിച്ചത്? സ്ത്രീയുടെ നവോത്ഥാനം എന്ന് പറയുന്നത് പെണ്ണിന്റെ പൂങ്കൊയിൽ അങ്ങാടിയിൽ ആണുങ്ങൾ കേൾക്കെ പാടി നടക്കുന്നതല്ല, ഉടുമുണ്ടടിച്ച് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടലുമല്ല, പാതിരാക്കി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ആളുകളെ കൂട്ടാൻ പ്രസംഗിച്ചു നടക്കലും അല്ല സ്ത്രീ നവോത്ഥാനം. പെണ്ണിന് പള്ളിയിൽ ജുമാക്കും ജുമാത്തിനും പോകലും അല്ല സ്ത്രീ നവോത്ഥാനം. സ്ത്രീകളുടെ നവോത്ഥാനം എന്ന് പറയുന്നത് അവരുടെ സാഹിത്യത്തെയും അവരുടെ വ്യക്തിജീവിതത്തെയും അവരുടെ ഐതിഹാസികമായ അവരുടെ തസവുഫിനെയും സമ്മതിക്കലും അംഗീകരിക്കലുമാണ്. അങ്ങനെയാണെങ്കിൽ പ്രഗത്ഭനായ കേരളത്തിലെ ഒരു നിരൂപകനും സാഹിത്യകാരനുമായ സിബിക് ചന്ദ്രൻ തന്റെ പാഠഭേദത്തിൽ ഒരു ഫീച്ചർ ഇറക്കിക്കൊണ്ട് പറയുന്നു, ഒരു ലക്കം മുഴുവനും അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ നവോത്ഥാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരളത്തിൽ സുന്നികൾക്കാണ്. തെളിവെന്താണ്? നഫീസത്തുൽ മിസ്രിയ കാണിച്ചിട്ടുള്ള ആത്മീയ ചക്രവാളത്തിന്റെ സംഭാവന, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ കാണിച്ചിട്ടുള്ള ആത്മീയ തസവുഫിന്റെ സംഭാവന, അത് തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ പേരിൽ മാലക രചിക്കാനും അവരുടെ സാഹിത്യത്തെയും അവരുടെ ഗാനങ്ങളെയും ആലപിക്കുന്നത് പുണ്യമെന്നും ഇബാദത്തും ആരാധനയും എന്നും പറയാൻ സുന്നികൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്ത്രീ നവോത്ഥാനം എന്നത് സ്ത്രൈണതയെ സമ്മതിക്കലും സ്ത്രീത്വത്തിന് പരിരക്ഷ നൽകലുമാണെങ്കിൽ അതിന്റെ മുമ്പിലുള്ളത് സുന്നികളാണ്. സുന്നികൾക്ക് സ്ത്രീകളുടെ നവോത്ഥാനത്തെ പറയാനുള്ള അർഹതയുള്ളൂ. പെണ്ണിനെ കാരോടി വിടലല്ല സ്ത്രീയുടെ പരിരക്ഷ. സ്ത്രീ വീടുകളിലും അവരവരുടെ കുടുംബിനികളായിക്കൊണ്ട് ജീവിക്കാനും അവർക്ക് സ്വസ്ഥത വേണം, അവർക്ക് സംരക്ഷണം വേണം. പെണ്ണിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് പുരുഷന്മാർ ചെയ്തു തീർക്കേണ്ട നവോത്ഥാന പ്രബോധന പ്രവർത്തനത്തിന് പെണ്ണിനെ കാരൂരിവിട്ടുകൊണ്ട് അവൾക്ക് അടുക്കളയിൽ സംരക്ഷണം കൊടുക്കാതെ പുരുഷന്റെ മുമ്പിൽ ആടാനും പാടാനും പറയാനും അവർക്ക് അവസരം കൊടുക്കലല്ല സ്ത്രീയുടെ നവോത്ഥാനം, അത് പെണ്ണിനെ പീഡിപ്പിക്കലാണ്. സുന്നികൾക്ക് അതിൽ മടിയുണ്ടാവേണ്ട കാര്യമില്ല. ഏത് സാംസ്കാരിക നായകന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയും, സ്ത്രീകളെ വീട്ടിൽ കൊണ്ട് പുറത്തു കൊണ്ടുവന്ന് ആണിന്റെ മുമ്പിൽ പാടാനും ആടാനും പറയാനും അവസരം കൊടുക്കുന്നത് ഏത് പരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞാലും അർദ്ധശങ്കക്കിടയില്ലാത്തവരും സുന്നികൾ പറയും അത് സ്ത്രീ പീഡനമാണ്. സ്ത്രീ പീഡനത്തിനെതിരെ ശബ്ദിക്കുന്നവരുണ്ടല്ലോ. ആണ് ചെയ്യേണ്ട കാര്യം എന്തെന്നാ പെണ്ണിന് കൊടുക്കുന്നത്? പാവപ്പെട്ട സ്ത്രീകളുടെ ജോലി ചെയ്യാൻ ആണുങ്ങളോട് പറയുന്നത് ഭൂഷണമാണോ? അല്ലെങ്കിൽ പുരുഷൻ ചെയ്യേണ്ട പണി സ്ത്രീയോട് പറയുന്നതും ഭൂഷണമല്ല. സ്ത്രീക്ക് പ്രത്യേകമായ അവകാശം കൊടുത്തിട്ടുണ്ട്, അത് സംരക്ഷിതമാണ്, അത് അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെതാണ്. ആ സുരക്ഷിതത്വം കൊടുക്കലാകുന്നു അവർക്കുള്ള സംരക്ഷണം, ആ സംരക്ഷണമാകുന്നു അവർക്കുള്ള നവോത്ഥാനം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നൽകുകയാണ്. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല.
ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീ നവോത്ഥാനം, വിദ്യാഭ്യാസ നവോത്ഥാനം, കലാസാഹിത്യ നവോത്ഥാനം ഇതൊക്കെ നിർവഹിച്ച പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം തന്നെയാണ് നമ്പർ 1 യാഥാസ്ഥിക പ്രസ്ഥാനം. അതുകൊണ്ട് യാഥാസ്ഥികത്വം എന്തെന്ന് ഞങ്ങൾ പറയും, നവോത്ഥാനം എന്തെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. നവോത്ഥാനം കാണിക്കാനുള്ള ബദ്ധപ്പാടിനിടയിൽ ജമാഅത്തെ ഇസ്ലാമി ആദർശത്തെ മുഴുവനും വികലമാക്കിക്കൊണ്ട് പെണ്ണിനെ പുറത്തു കൊണ്ടുവന്ന് ആണുങ്ങൾ ചെയ്യാൻ പോലും മടിക്കുന്ന പണിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമമാണെങ്കിൽ ജമാഅത്തിന് സംഭവിച്ച ആദർശ വ്യതിയാനത്തിന്റെയും സ്ഥാപകനെ തള്ളിപ്പറഞ്ഞതിന്റെയും മറ്റൊരു പതിപ്പായിക്കൊണ്ട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏതാ ഈ പ്രസ്ഥാനം? എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്തെന്ന് ജമാഅത്ത് പറയണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം അല്ലാതെ മറ്റൊരു ഭരണവുമായി കൊണ്ട് നോ കോംപ്രമൈസ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണമേ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ സ്ഥാപിതമായത്. അബുൽ അല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ നിലപാട് മദ്ഹബ് സ്വീകരിക്കാൻ പോലും മടി കാണിച്ച ജമാഅത്തെ ഇസ്ലാമി മദ്ഹബിന്റെ അപ്പോസ്തലനായും ഇമാമായും പ്രതിഷ്ഠിച്ചു വെച്ചത് മൗദൂദിയെ. മൗദൂദി പറയുന്നത് മുഴുവനും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ജമാഅത്തുകാർ. മൗദൂദി മൂത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മൂത്രിക്കാതിരിക്കുന്ന ജമാഅത്തുകാർ. അത്രമാത്രം മൗദൂദിയോട് ഇഞ്ചോടിഞ്ചും പിൻപറ്റാനും നെഞ്ചോട് ചേർത്ത് വെക്കാനും മുന്നോട്ട് വന്നവർ. ആ മൗദൂദി എന്താ നിലപാട് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്? അദ്ദേഹം എന്താ ജനാധിപത്യ മതേതരത്വ നിലപാടുകളെ കുറിച്ചുകൊണ്ട് നിലപാട് പറഞ്ഞത്? അള്ളാഹുവിന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാവാത്ത കാലഘട്ടത്തോളം താഗൂത്തി ഗവൺമെന്റുമായി കോംപ്രമൈസായി ഒന്നും ചെയ്തുകൂടാ. ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കണമെന്ന് പോലും പറഞ്ഞ ആള് അബുൽ അല മൗദൂദിയാണ്. അബുൽ അല മൗദൂദിയുടെ ഖത്മെ നുബുവ്വത്ത് എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ മൗദൂദി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാജമായ ഒരു ഹദീസ് കൊണ്ടുവരുന്നത്. ആരാണ് ഇന്ത്യയെ ആക്രമിച്ചവർ അവരെ അള്ളാഹു നരകത്തിൽ നിന്നുകൊണ്ടും മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് അബുൽ അല മൗദൂദി തന്റെ ഖത്മെ നുബുവ്വത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഖത്മെ നുബുവ്വത്ത് എന്ന ഉറുദു പുസ്തകത്തിന്റെ ഖത്മു നുബുവ്വത്ത് എന്ന മലയാള പുസ്തകം IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. ആ പുസ്തകത്തിലും ഇതേ ഉദ്ധരണി കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ 21 ഹദീസ് ഖത്മെ നുബുവ്വത്തിൽ കൊടുത്തത് 20 ഹദീസ് മാത്രമായി ഖത്മു നുബുവ്വത്തിന്റെ മലയാള പതിപ്പിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. പരിഭാഷ ഇറക്കാൻ വേണ്ടി പോകുന്നവർ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപകന്റെ പരിഭാഷ പുസ്തകം ഇറക്കാൻ പോകുന്നില്ല. ജമാഅത്തുകാരന്റെ IPH തുടങ്ങിയത് മുഴുവനും മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിന്റെയും ഹസനുൽ ബന്നയുടെയും അലി ശരീഅത്തിയുടെയും പുസ്തകം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് സ്വന്തം എഴുതാൻ അറിഞ്ഞുകൂടാത്തവർ പണ്ടേതോ നേതാവ് എഴുതി വെച്ചതിനെ പരിഭാഷപ്പെടുത്തി വിറ്റ് കാശാക്കുന്ന ഏർപ്പാടാണ്. ഇപ്പൊ IPH മൗദൂദിന്റെ പുസ്തകമില്ല, ഹസനുൽ ബന്നയുടെ പുസ്തകമില്ല, സയ്യിദ് ഖുത്ബിന്റെ പുസ്തകമില്ല, അലി ശരീഅത്തിന്റെ പുസ്തകമില്ല. ഇപ്പൊ IPH വെക്കുന്നത് വാണിദാസ് അളയാപൂരിന്റെ പുസ്തകമാണ്. IPHന്റെ പുസ്തകങ്ങളിൽ മുഴുവനും കാണുന്നത് ഉണ്ണിത്തീരിയുടെ ലേഖന സമാഹാരങ്ങളാണ്, KK കുറുപ്പിന്റെ പുസ്തകങ്ങളാണ്. എവിടെ പോയി ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ മതരാഷ്ട്രവാദം നീ പണ്ട് പകർത്തി വെച്ചതൊക്കെ? പരമാവധി വിറ്റ് തീർക്കാൻ ശ്രമിച്ചിട്ടും പല ഭാഗത്തുനിന്നുകൊണ്ടും അത് മുളച്ചു പൊന്തുമ്പോഴേക്കും ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ പല പദങ്ങളും വെച്ചുകൊണ്ട് കസർത്തുന്നു എന്നല്ലാതെ നിനക്ക് നേരെ ഇപ്പോഴും ഡെമോക്രസിന്റെ വാള് പോലെ മൗദൂദിയുടെ നിലപാടുകൾ തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കുന്നവനെ പടച്ച തമ്പുരാൻ നരകത്തിൽ കൊണ്ട് മോചിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. 2 തെറ്റ്, 1 രാജ്യദ്രോഹം, 2 പ്രവാചകന്റെ പേരിൽ വ്യാജ ഹദീസ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, പണ്ഡിത സദസ്സാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മുസ്ലിം വ്യാജ ഹദീസ് കൊണ്ടുവന്നാൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണവൻ. മൗദൂദി കൊണ്ടുവന്ന ഹദീസില്ലെന്ന് പറയാൻ ജമാഅത്ത് നിനക്ക് നട്ടലുണ്ടോ? ഇംഗ്ലീഷ് പതിപ്പിലുണ്ട്, ഉറുദു പതിപ്പിലുണ്ട്, മലയാള പതിപ്പിൽ അതില്ല. ഇത് രാജ്യദ്രോഹമല്ലേ? അടിയന്തരാവസ്ഥ കാലഘട്ടം വരെ
ഇത്തരം പ്രചരണങ്ങൾ നടത്തി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിയിൽ പറയുന്നത് ജനാധിപത്യവും മതേതരത്വവും സ്വീകാര്യമാണ്, ഞങ്ങൾ ഇന്ത്യയെ കെട്ടിപ്പിടിച്ചോളാം, മതേതരത്തെ കൂടെ കിടത്തിക്കോളാം, ജനാധിപത്യത്തോട് സഹയാത്രികനായിക്കോളാം, ഒരു കുഴപ്പവുമില്ല എന്ന് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരെ ജമാഅത്ത് പറഞ്ഞത് പാടില്ല. രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞതാ ജമാഅത്ത്. അത് അനുഭവത്തിൽ പറയുന്നു, ഹിന്ദുസ്ഥാൻ പർ ഹംല കരേഗ, ഇന്ത്യ രാജ്യം ആ രാജ്യത്തെ ആക്രമിക്കുക തന്നെ വേണം, അതിനോട് യുദ്ധം പ്രഖ്യാപിച്ചു മൗദൂദി. ഇന്ത്യ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചവന്റെ നിലപാട് ഒരു ഇന്ത്യക്കാരന്റെ എന്താവണം? രാജ്യദ്രോഹിയല്ല അയാൾ. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം പക്ഷത്ത് വികലമായ തീവ്രവാദ പ്രവർത്തനം NDF ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, സിമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ISS ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ മൗദൂദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവർക്കൊക്കെ മെസ്സേജ് കൊടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ് ഇവർ മുഴുവനും പകർത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം പകർത്തി രാജ്യത്ത് കൊടും ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണ്. രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മൗദൂദിയാണ് അടിസ്ഥാന ആശയങ്ങൾ കൊടുത്തിട്ടുള്ളത്. ജനാധിപത്യത്തെ കുറിച്ചുകൊണ്ട് മൗദൂദിയുടെ നിലപാട് എന്താണ്? ഇവിടെ സമ്മേളനം നടത്തി 50% സ്ത്രീ സംവരണം വരുന്നു എന്ന് കേട്ടപ്പോ, 50% സ്ത്രീ സംവരണം വരുന്നുണ്ടെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിലല്ലേ? അതിന് ജമാഅത്ത് നിനക്കെന്താ കഥ? രാഷ്ട്രീയം ഹറാമെന്ന് പറഞ്ഞവരല്ലേ? ജനാധിപത്യം പാടില്ല എന്ന് പറഞ്ഞവരല്ലേ? ജനാധിപത്യത്തിൽ 50% സ്ത്രീകൾക്ക് സംവരണം ഇടുന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് നിലാനരുടെ തീരത്ത് വന്നുകൊണ്ട് മംഗമാർ പൊട്ടിക്കരയേണ്ട കാര്യം? എന്തിനാണ് സ്ത്രീയെ പ്രത്യേക ശാക്തീകരണം കൊടുക്കേണ്ട കാര്യം? ജനാധിപത്യം തന്നെ ഹറാമും അത് ശിർക്കും എന്ന് പറഞ്ഞവരാ ജമാഅത്ത്. അബൂ ലൈല മൗദൂദിയുടെ അയാൾ എഴുതിയ പുസ്തകമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. 1971 കാലഘട്ടം വരെ അങ്ങനെ പ്രചരിപ്പിച്ചു. പിന്നെ മതേതരത്വം, ദേശീയത, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന പേര് മാറ്റി. ആ പുസ്തകത്തിൽ മൗദൂദി പറയുന്നു, മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങളതിന്റെ മുമ്പിൽ സർവാത്മന തലകുരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കൊടും വഞ്ചനയായിരിക്കും. നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക പിടിക്കുകയാണെങ്കിൽ, ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ പതാക പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും അത്. പ്രസ്തുത വ്യവസ്ഥയുമായി ഇസ്ലാം യോജിക്കുന്ന ഒരു പോയിന്റ് പോലുമില്ല. രാജ്യത്തിന്റെ ജനാധിപത്യവുമായി കൊണ്ട് ഇസ്ലാം യോജിക്കുന്ന ഒരു പോയിന്റ് പോലും ഇല്ല. ആ വ്യവസ്ഥിതി അധികാരം വാടുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായി തീരും. യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്ക് പകരം ഈ കുഫർ വ്യവസ്ഥിതിയാണ് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗദൂദി ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? അഭിവന്ദനായ ആലിക്കുടി ഉസ്താദ് എത്തി, ഞാൻ പ്രസംഗത്തെ ചുരുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടാ പറഞ്ഞത്, ജനാധിപത്യം പാടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്തല്ല എന്ന പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പുറത്തിറക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെയോ ഏതെങ്കിലും സംഘടനയെയോ പിന്തുണക്കുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ലെന്നതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ്. അത് തെരഞ്ഞെടുപ്പ് ബഹളങ്ങളിൽ കൊണ്ട് പൂർണ്ണമായി വേറിട്ട് നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അസാന്ദർഭികവും അകാരണവുമായ ഈ വേവലാതികളെല്ലാം എന്തിന്? മലർന്നു കിടന്നുകൊണ്ട് തുപ്പുന്നതിന് സമമല്ലേ? ഇവിടെ സമ്മേളനം നടത്തി 50% സംവരണം വരുമ്പോഴേക്കും ശാക്തീകരണത്തിന്റെ പേര് നിലാനയുടെ തീരെ തൊത്തുകൂടിയ സ്ത്രീകളോട് ഈ ഒരു ഉദ്ധരണി വെച്ചുകൊണ്ട് ചോദിച്ചാൽ തന്നെ മലർന്നു കിടന്നുകൊണ്ട് തുപ്പലല്ലേ? എന്തിന് ഈ വേവലാതി? ഈ വ്യവസ്ഥയുമായി നമുക്ക് യോജിക്കാൻ പോലും സാധ്യമല്ല. പിന്നെന്തിനാണ് രാഷ്ട്രീയത്തിന്റെ സംവരണത്തിന്റെ സ്ത്രീയുടെ സീറ്റിന്റെ പേരിൽ വേവലാതി?
ചോദിക്കുന്നത് ജമാഅത്തിന്റെ സ്ഥാപകനാണ്. തെരഞ്ഞെടുപ്പിൽ നിന്നും രാഷ്ട്രീയ കോലാഹലങ്ങളിൽ നിന്നുകൊണ്ടും അകന്നു നിൽക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നയമെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ മെമ്പറും ജമാഅത്തിന്റെ ഈ നയത്തിൽ നിഷ്ഠയുള്ളവരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല പേജ് 21. മറ്റൊരു ഭാഗത്ത് കാണാം, പ്രബോധനം എഴുതുന്നു 1960. പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണിത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈഅത്ത് ചെയ്യുകയാണെന്നും അതിനാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് അത് സാധ്യമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രബോധനം 1960 ജനുവരി 2. ഞാൻ വിശദീകരിക്കുന്നില്ല, ധാരാളം ഉദ്ധരണികളുണ്ട്. ഒരു കാര്യം കൂടി പറയാം, അതോടുകൂടി അത് ഫൈനലാക്കാം. അതിങ്ങനെയാണ്, ഈ നാട്ടിലെ ഭരണകൂടം ഇസ്ലാമികമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടുകയോ ചെയ്യാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല. പ്രബോധനം 1952, പുസ്തകം 4, ലക്കം 3. സമ്മേളനം നടത്തിയവരും സമ്മേളനത്തിന്റെ പേരിൽ പെണ്ണുങ്ങളെ രംഗത്തിറക്കിയവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നവരും കൊച്ചി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയവരും കൊടി അടുപ്പിക്കാൻ ടൈലർ ഷാപ്പിലെ കോടി പോയവരും ചോദിക്കട്ടെ, മറുപടി പറയണം. എന്നാണ് കൂട്ടരെ നിങ്ങൾക്ക് രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടിയത്? ശൂറ കൂടി തീരുമാനിച്ചോ? ജമാഅത്തിന്റെ അമീറിന് ഇൽഹാമുണ്ടായോ? ഏതടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടിയത്? ഈ രാജ്യം പഞ്ചായത്ത്, MLA സ്ഥാനം, MP സ്ഥാനം, പാർലമെന്റ്, നിയമസഭ, ഇന്ത്യ രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കുന്നവരെ പിന്തുണക്കുകയോ ചെയ്യില്ല. കാലം മാറി, ജമാഅത്ത് പിന്തുണ മാറ്റിക്കൊടുത്തു. മൂല്യം നോക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കുകയാണ്. UDF 20 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ LDF 20 പ്രഖ്യാപിക്കാൻ കാത്തിരിക്കും. എന്നിട്ട് ഹൽക്ക കൂടി ശൂറ കൂടി മൂല്യോമീറ്റർ ഉണ്ടാക്കി സ്ഥാനാർത്ഥിന്റെ പിന്നാലെ പോകുന്നു. ഇയാൾക്ക് എത്ര മൂല്യമുണ്ട്? ഒരു സ്ഥലത്ത് മഞ്ചേരിയിൽ അഹമ്മദിന്റെ മൂല്യമുണ്ടാകുമ്പോ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് സാഹിബിന് അവിടെ മൂല്യമില്ല. പൊന്നാനിയിൽ ബനാത്ത് പാലക്ക് മൂല്യം ഇല്ലാതിരിക്കുമ്പോ പിന്നെ മത്സരിക്കുന്ന പൊന്നാനിയിലെ സാക്ഷാൽ ഇ.ടി. ബഷീർ സാഹിബിന്റെ മൂല്യമുണ്ട്. ഒരു ഭാഗത്ത് അതേ സ്ഥാനാർത്ഥിക്ക് മണ്ഡലം മാറുമ്പോൾ മൂല്യമില്ല. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എന്താ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഇറാഖിലേക്ക് അമേരിക്ക ആയുധവുമായി പോയിട്ടുണ്ട്, അതുകൊണ്ട് വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. എന്ത് നിലപാട്? ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, മൻമോഹൻ സിംഗ് ആണവ കരാറിൽ അമേരിക്കയുമായി കോംപ്രമൈസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ. എവിടെ? കേരളത്തിൽ 17 സ്ഥലത്ത്, 3 സ്ഥലത്തോ UDF. അതേ ആണവ കരാറിന്റെ പേരിൽ ഡൽഹിയിൽ ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രസ്താവന, പശ്ചിമ ബംഗാളിൽ 25 സ്ഥലത്ത് കോൺഗ്രസിന്, 10 സ്ഥലത്ത് CPM. ആണവ കരാർ കേരളത്തിൽ വേറെ, പശ്ചിമ ബംഗാൾ വേറെയാണോ? അല്ല. ആണവ കരാർ കേരളത്തിൽ 17 സ്ഥലത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുമ്പോൾ 25 സ്ഥലത്ത് എന്തുകൊണ്ട് ആണവ കരാറിനെ അനുകൂലിച്ച ഒപ്പിട്ട കോൺഗ്രസിന് പിന്തുണ കൊടുത്തു? രാഷ്ട്രീയക്കാർ ചെയ്താൽ ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വിമർശിക്കില്ല. മുസ്ലിം ലീഗിന്റെ നിലപാടും കോൺഗ്രസിന്റെ നിലപാടും CPM-ന്റെ നിലപാടും ഞങ്ങൾക്ക് വിഷയമേ അല്ല. പക്ഷേ സുന്നി മുജാഹിദ് എന്ന കൂട്ടത്തിൽ ആളാവാനും കസര കിട്ടാനും മുസ്ലിം സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി നീ മതം പറയുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഒന്നുകിൽ മതത്തിന്റെ പ്ലാറ്റ്ഫോം വിട്ട് രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കാൻ പോകണം. മതവും രാഷ്ട്രീയവും ഒന്നാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങാടി വരുന്നോ പച്ച വരുന്നോ എന്ന് തിരിയാത്ത രൂപവും അവസാനിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മത്സരിക്കുന്ന അഹമ്മദ് സാഹിബിന് പിന്തുണയില്ല. എന്താ കാരണം? ആണവ കരാർ. പൊന്നാനി മത്സരിക്കുന്ന ഈ അഹമ്മദ് സാഹിബ്, ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന് പിന്തുണ ഉണ്ട്. എന്താ കാരണം? മറ്റേ സ്ഥാനത്ത് APEK കളിക്കുന്നു. ഹുസൈൻ രണ്ടത്താണി APEK കളിക്കുന്നു, അതുകൊണ്ട് വോട്ട് ഇ.ടിക്ക്. APEK കളിക്കുന്ന ജമാഅത്തിന് എന്താ? എന്നാൽ TK ഹംസയോ TK ഹംസ വന്നത് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ AP സുന്നിക്ക് വേണ്ടി പൊരുതുന്ന, അവിടെ APEK ഇല്ലേ? എന്റെ നിലപാട്
കേരളത്തിൽ KPCCയുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മൻമോഹൻ സിംഗ് ഒപ്പിട്ട ആണവ കരാറിനെ ന്യായീകരിക്കുന്ന KPCCയുടെ മുന്നണി പോരാളി ഷാനവാസാണ്. ഷാനവാസിന് വയനാട് ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. വോട്ട് കിട്ടിയോ ഇല്ലേ മറ്റൊരു കഥ. എന്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ട് കൊടുക്കുന്നു? പ്രതിപക്ഷ താര മത്സരിക്കുന്നത് ആണവ കരാറുമായി കോംപ്രമൈസ് ആവാത്ത CPI, അതിനവിടെ പിന്തുണയില്ല. എന്നാൽ ആണവ കരാറിന്റെ പേരിൽ കോഴിക്കോട്ട് LDF കൊടുക്കുമ്പോൾ വയനാട്ടിൽ അതേ ആണവ കരാറിന്റെ പേരിൽ കോൺഗ്രസിന് കൊടുക്കുന്നു. ഇരട്ടത്താപ്പെ, നിന്റെ പേരോ ജമാഅത്തെ ഇസ്ലാമി എന്ന് ചോദിക്കുകയാണ്. ഒരു നിലപാടില്ലാത്ത പ്രസ്ഥാനം, ഒരു നട്ടലില്ലാത്ത പ്രസ്ഥാനം. അവരാകുന്നു മാറി വരുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതും നിലപാടെടുത്തത്. അള്ളാഹുവിന്റെ ഭരണകൂടത്തിലല്ലാതെ ജോലി ചെയ്യാൻ പാടില്ല പറഞ്ഞതാ ജമാഅത്ത് ഇസ്ലാമി. ഇന്ത്യ ഗവൺമെന്റിൽ ജോലി ചെയ്തുകൂടാ, ഇന്ത്യ രാജ്യത്തിന്റെ കോടതിയെ സമ്മതിച്ചുകൂടാ. ഖവാരിജിയാക്കൾ പറഞ്ഞ ഖുർആൻ ആയത്ത് തന്നെയാണ് മൗദൂദിയുടെ ആശയക്കാർ മോദിയത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, അല്ലാഹു അല്ലാതെ വിധികർത്താവാൻ പാടില്ല. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇലാഹിയായ ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികമായ ചില നിലപാടുകളിൽ അള്ളാഹു അല്ലാത്തവരുടെ വിധി സ്വീകരിക്കാമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഈത്തപ്പനത്തോട്ടത്തിലേക്ക് വെള്ളമെടുക്കുന്ന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജൂതനും ഒരു അൻസാരിയും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞപ്പോ ആ വിധിയെ സ്വീകരിക്കാൻ അൻസാരിയായ സ്വഹാബി തയ്യാറാവാതെ വന്നപ്പോൾ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിധികർത്തൃത്വത്തിൽ സംശയിക്കുന്ന കാലത്തോളം നിങ്ങൾ പൂർണ്ണ മുഅ്മിനല്ല, ഇത് റബ്ബാണോ സാക്ഷി എന്ന് ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിനെ തൊട്ട് അല്ലാഹു തന്നെ സത്യം ചെയ്യുകയാണ്. അള്ളാഹു അല്ലാത്ത പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ അല്ലാത്തവരുടെ വിധി സ്വീകരിക്കാം എന്ന് ഈ ഭൗതികമായ കാര്യത്തിൽ ഖുർആൻ തന്നെ തെളിവാണ്. ഏതടിസ്ഥാനത്തിലാണ് ജമാഅത്ത് നിലപാട് പറഞ്ഞത്? കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും ധാരണയിലെത്തണം. 2ഉം 3ഉം സ്റ്റേജ് കഴിഞ്ഞിട്ടും യോജ്യമാവാത്ത ഘട്ടം വന്നാൽ ഭർത്താവിന്റെ ഭാഗത്ത് കൊണ്ട് ഒരു വിധികർത്താവ്, ഭാര്യയുടെ ഭാഗത്ത് കൊണ്ട് മറ്റൊരു വിധികർത്താവ്, ഈ 2 വിധികർത്താക്കന്മാർ തമ്മിൽ ചർച്ച നടത്തി മസ്ലഹത്തിലേക്ക് എത്തി യോജിപ്പിലേക്ക് എത്തട്ടെ. അതാണ് ഖൈർ എന്ന ഖുർആൻ. അവിടെ ഹുക്കുമാൻ. മനുഷ്യർക്ക് ഹാക്കിമാവാം, അല്ലാത്തവർക്ക് ഹാക്കിമാവാം, ഭൗതിക കാര്യത്തിലും കുടുംബകാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ. പക്ഷേ അത്തരം കാര്യങ്ങൾ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോടതിയെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഖുർആൻ പോലും പഠിക്കാതെയാണ് അന്ന് നിലപാടെടുത്തത്. ഗവൺമെന്റ് ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇസ്ലാമിക ഭരണമല്ലാത്ത സ്ഥലത്ത് ഹറാമിയത്തിന്റെ മുതലാണ്. നജാശി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ഭരണപ്രദേശത്ത് മുസ്ലിമീങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി രാജാവ് തയ്യാറായപ്പോൾ അവിടേക്ക് റസൂലുള്ളാഹ് സ്വന്തം അനുയായികളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനിസ്ലാമിക ഭരണമല്ലേ? അനിസ്ലാമിക ഭരണത്തിൽ ജോലി ചെയ്യാൻ പാടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ മന്ത്രിയായി, പിന്നീട് ആ രാജ്യത്തിന്റെ ചക്രവർത്തിയായി. അഭിസ്ഥാപിതമാർ അന്ന് അനിസ്ലാമികമായ ഭരണപ്രദേശമല്ലേ? ഒരു മുവഹിദായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അനിസ്ലാമിക ഭരണത്തിൽ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ അനിസ്ലാമികമല്ലേ? ആ ഇസ്ലാമികമായ നിലപാടിനെ എന്തടിസ്ഥാനത്തിലാണ് ജമാഅത്ത് പാടില്ല എന്ന് പറഞ്ഞത്? പക്ഷെ ഇപ്പോഴോ ജമാഅത്ത് പറയുന്നു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയേ തീരൂ, ഹറാമ് ചെയ്തേ തീരൂ. വികലമായ ചില വാദങ്ങൾ നടത്തി. എക്സ്പ്രസ് ഹൈവേ ഹറാമെന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കല്ല, രാഷ്ട്രീയ രംഗത്തേക്ക് പോവുകയല്ല. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനം എക്സ്പ്രസ് ഹൈവേയോട് പറഞ്ഞതും UDF എക്സ്പ്രസ് ഹൈവേയോട് പറഞ്ഞതും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഏത് ഹുക്കുമ വെച്ചാൽ നീ ഹറാമെന്ന് പറയുക? ഒരു ബെർലിൻ മതിൽ വരാൻ പോകുന്നു, കേരളം നെടുകെ പിളരാൻ പോകുന്നു, അതുകൊണ്ട് പറ്റൂല. ജമാഅത്ത് പറഞ്ഞു. കൂട്ടിൽ മുഹമ്മദ് അലി സോളിഡാരിറ്റിയുടെ സംസ്ഥാന നേതാവ് പത്രസമ്മേളനത്തിൽ കൊണ്ട് പറഞ്ഞു, 7 അടി പൊക്കം 100 അടി വീതി കഴിയില്ല. എന്താ കാരണം? തോട് തൂർക്കപ്പെടും, വയല് തൂർക്കപ്പെടും.
കടകൾ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് പറ്റൂല. ഡോക്ടർ എം കെ മുനീറ വകുപ്പ് മന്ത്രി പത്രസമ്മേളനത്തിൽ കൊണ്ട് പറഞ്ഞു, 100 അടി വീതി 7 അടി പൊക്കി കോട്ടിൽ മുഹമ്മദ് അലി തനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. കൂട്ടിൽ മുഹമ്മദ് അലി പറഞ്ഞു, അല്ല 100 അടി വീതി ഉണ്ടാവും, 7 അടി പൊക്കുണ്ടാവും. പറഞ്ഞത് കേട്ടാത്തൊന്നും കൂട്ടിൽ മുഹമ്മദിന്റെ കൂട്ടുന്നാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് തീരുമാനിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇവർ എതിർക്കുന്നു. അതിന് പ്രധാന കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ 4 ആളുണ്ടാവും ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ. 4 ജമാഅത്തുകാരന്റെ ഇടയിലൂടെ ഒരു ബെർലിൻ മതിൽ പോലത്തെ എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഇവന്റെ ശൂറ കൂടാൻ കഴിയില്ല. അതിൽ ഭയപ്പെട്ടുകൊണ്ടാ ചെയ്തത്. തോട് തൂർക്കാൻ പാടില്ലെങ്കിൽ, വയല് തൂർക്കാൻ പാടില്ലെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ഓഫീസായ ഇറാ സെന്റർ നിൽക്കുന്നത് വയല് തൂർത്ത് അതിന്റെ മേലെ ബെൽറ്റ് ഇട്ടുകൊണ്ട് കെട്ടിപ്പൊക്കി അതിന്റെ മുകളിൽ ശീതീകരിച്ച റൂമിൽ നിന്നുകൊണ്ട് പറയുന്നു, വയല് തൂർക്കുന്നത് ഹറാം. ചാലിയത്തെ പള്ളി ജമാഅത്തെ ഇസ്ലാമിക് ഉണ്ടാക്കിയത് വയല് തൂർത്തുകൊണ്ടാണ്. ഹറാമാണോ? എന്റെ നാട് താമരശ്ശേരി, കൂടത്തായി, തൊട്ടപ്പുറത്ത് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് ഏക്കർ കണക്കിന് വയല് തൂർത്തുകൊണ്ടാണ്. അതിന്റെ പണം സ്വീകരിച്ചുകൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ട് കുടുംബം പുലർത്തുന്നവർ പറയുന്നു, വയല് തൂർത്തുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ നടത്തുന്നത് ഹറാം. ഏതാശം വെച്ചുകൊണ്ടാണ് ജമാഅത്ത് നിലപാടെടുത്തത്? ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു, സ്ത്രീകളെ ശക്തിപ്പെടുത്തണം, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമ്മേളനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനമാണോ അത്? മൗദൂദിയുടെ ആശയം മുഴുവനും ജമാഅത്ത് കൈയൊടിഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാം ഇപ്പൊ പറയുന്നു ജനാധിപത്യം പറ്റും, മതേതരത്വം പറ്റും. 10,000 തവണ പറഞ്ഞിട്ടും കാര്യമില്ല. അടിസ്ഥാന തത്വമാകുന്ന മൗദൂദിയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയാത്ത കാലത്തോളം ജമാഅത്ത് എത്ര മതേതരത്വം സ്വീകരിച്ചിട്ടും കാര്യമില്ല. മൗദൂദിയെ തള്ളിപ്പറ. അമ്മന്റെ കൂടെ കിടക്കുകയും വേണം, അച്ഛന്റെ കൂടെ ടൗണിൽ പോവുകയും വേണം എന്ന് പറയുന്ന നിലപാട് ജമാഅത്ത് എടുക്കുന്നത് അത് സ്വീകാര്യമല്ല. രണ്ടിലൊന്ന് നിൽക്ക്. എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത്? സ്ത്രീകളെ രംഗത്തിറക്കി വന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ ചിലർ ഞങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വനിതാ ലീഗിന്റെ രംഗപ്രവേശത്തെ എതിർക്കാത്തത്? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ ലീഗ് എന്നല്ല ഒരു പാർട്ടിയുടേതും അല്ല ഇവിടെ ചിന്തനീയം, ഇവിടെ ചർച്ച. മറിച്ച് നാം പറയുന്നത് CPM-ന്റെ വനിതാ സംഘടന പോലും ചെയ്യാൻ മടിക്കുന്ന ചില പ്രവർത്തനമുണ്ട്. പാതിരാ സമയത്ത് അങ്ങാടികളെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചത്, തെരുവ് നാടകം നടത്തിയത്, കവലകൾ തോറും ആളുകളെ കൂട്ടിയത്, ഹൈവേ റൂട്ടിൽ മുഴുവനും എപ്പോ ബസ്സിറങ്ങിയാലും പെൺപടയ സമ്മേളന പ്രചരണമാണ്. പെണ്ണിന് താരാട്ട് പാടേണ്ട സമയത്ത്, മക്കൾക്ക് മുലയൂട്ടേണ്ട സമയത്ത്, ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട സമയത്ത് അങ്ങാടി ഇറങ്ങിക്കൊണ്ട് പെണ്ണ് പ്രസംഗിക്കാൻ വന്നാൽ അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അത് സമ്മതിക്കാൻ സുന്നികൾക്ക് മനസ്സില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. ഇത് മൗദൂദിക്ക് മനസ്സുണ്ടോ? നേതാവ് ഭാരമായ ലോകത്തിലെ ഏക സ്ഥാപന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രണ്ടാമത്തെ തെളിവാണ് ശ്രീരംഗ പ്രവേശം. മൗദൂദി എന്താ പറഞ്ഞത്? ഞാൻ വിശദീകരിക്കണോ? മൗദൂദി അയാളുടെ പുസ്തകത്തിലുടനീളം പറയുന്നു, പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മൗദൂദി തന്റെ ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആന്റെ 4-ാം വാള്യത്തിന്റെ 80-ാം പേജിലും 81-ാം പേജിലും വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ എന്ന വിശുദ്ധ ഖുർആനെ വിശദീകരിക്കവേ മൗദൂദി നിലപാട് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നു. ഞാനതൊന്ന് വായിക്കുന്നു. സൂക്തത്തിന്റെ താല്പര്യം സ്ത്രീയുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം അവളുടെ വീടാണ്. അവൾ സ്വന്തം മണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് സമാധാനത്തോടെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. ഹാഫിൽ അബൂബക്കർ ബസ്വാർ അനസ് റളിയല്ലാഹു അൻഹു കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീകൾ തിരുനബിയോട് ആവലാതിപ്പെട്ടു. ശ്രേഷ്ഠതകളെല്ലാം പുരുഷന്മാർ കൊണ്ടുപോയി. അവർ ജിഹാദിൽ ഏർപ്പെടുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ മഹത്തായ സേവനങ്ങൾ അർപ്പിക്കുന്നു. യോദ്ധാക്കളെ പോലെ പ്രതിഫലം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരോട് മറുപടി കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം അതുവഴി നിങ്ങൾ കരകടമാക്കുക. തന്റെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗ്രഹത്തെ സംബന്ധിച്ചു സമാധാന ചിത്തനായിരിക്കുമ്പോഴേ മുജാഹിദ് പൂർണ്ണ മനസ്സോടെ
ദൈവിക സരണിയിൽ സമരം ചെയ്യുകയുള്ളൂ. അയാളുടെ ഭാര്യ അയാളുടെ വീടിനെയും സന്താനങ്ങളെയും പരിപാലിക്കണം. അക്കാര്യത്തിൽ വല്ല ഉടവും സംഭവിക്കുമോ എന്ന അയാൾക്ക് ആശങ്ക തോന്നാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന് പൊതുരംഗത്തിറങ്ങാൻ, സ്ത്രീ അവരുടെ വീടുകളിൽ സുരക്ഷിതയായി നിൽക്കണം. ആണുങ്ങൾക്കും പ്രബോധനം നടത്താനും സമരം നടത്താനും പെണ്ണ് വീട്ടിലിരിക്കണം, എന്നാലേ പറ്റൂ എന്നാ മൗദൂദി പറഞ്ഞത്. അബ്ദുൽ മൗദൂദിയുടെ ഒരു പുസ്തകമുണ്ട്, പർദ. ആ പർദയിൽ അദ്ദേഹം പറയുന്നു, സ്ത്രീ പുരുഷന്മാരുടെ ജോലികൾ പരമാവധി വെവ്വേറെയാക്കുകയും ഇരുവിഭാഗങ്ങളുടെയും കൂടിക്കലരിൽ തടയുകയും ചെയ്യേണ്ടതാണ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിതം ഉത്തരവാദിത്വത്തോടെയും അപേക്ഷിച്ച് മുസ്ലിം സ്ത്രീകൾ പാശ്ചാത്യ വനിതകളെ പോലെ രാഷ്ട്രീയവും സാമൂഹികം സംഘടിതമായ രംഗങ്ങളിൽ വിലസി നടന്ന് തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ പുരുഷന്മാരോടൊപ്പം കൂടിക്കലർന്ന് ജീവിക്കുന്നു. അപകടമാണ്. മുസ്ലിമുകൾ ഇത്രയും ലജ്ജാകരമായ പ്രവർത്തനം ചെയ്താൽ ഖുർആനും ഹദീസും അതിന് വല്ല അനുമതിയും നൽകിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോ വീട്ടിൽ കൊണ്ടുപോയി വെച്ച പർദാന പുസ്തകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷയുണ്ടല്ലോ, ആ പരിഭാഷ ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുറ്റിപ്പുറത്തിന്റെ നിലാനയുടെ തീരത്ത് വന്നുകൊണ്ട് മാമാങ്കം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന നേതാവിന്റെ തത്വം പറഞ്ഞുകൊടുത്ത മൗദൂദിയെ നിരാകരിച്ചുകൊണ്ട് മാത്രമേ ജമാഅത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. മൗദൂദി എഴുതിയ മറ്റൊരു പുസ്തകമാണ് മുസ്ലിം വനിതകളും ഇസ്ലാമിക പ്രബോധനവും എന്ന പുസ്തകം. 15 ഉറുപ്പിക കൊടുത്താൽ ഇപ്പോഴും IPH വിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം വിൽക്കുമെന്നറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി ആ പുസ്തകത്തിൽ എഴുതുന്നു, അതിന്റെ 36-ാം പേജിൽ ഇന്നും IPH ഇത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിലുള്ള കഴിവെന്താണെന്ന് ഓരോരുത്തരും സ്വയം കണക്കാക്കണം. അനന്തരം ആ കഴിവിന്റെ തോതനുസരിച്ച് തന്റെ ശറഈയായ ചുമതലകൾ നിറവേറ്റുന്നതോടൊപ്പം നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഓരോരുത്തരും ഏറ്റെടുക്കണം. നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞ മതപ്രബോധനത്തിനുള്ള പരിശുദ്ധ വികാരത്തെ ഞാൻ മനസ്സാ വിസമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം മുഅ്മിനിന്റെ പ്രത്യേക സ്വഭാവമായ മിതത്വം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ഉപദേശിക്കുന്നത്. ഒരു മുസ്ലിം വനിതയുടെ സാക്ഷാൽ ഉത്തരവാദിത്തം തന്റെയും കുട്ടികളുടെയും വീടിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അവൾ ആദ്യമായി അവരിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അവരെ യഥാർത്ഥ മുസ്ലിമാക്കുകയുമാണ് ചെയ്യേണ്ടത്. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും സ്വയം ഇസ്ലാമിനെ മനസ്സിലാക്കുക, ഇസ്ലാമിനെ അതനുസരിച്ച് മാറ്റുക, വീടിനെ എല്ലാത്തരം ജാഹിലിയത്തിൽ നിന്നും ശുദ്ധമാക്കുക, കുട്ടികളെ നല്ല നിലയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് വളർത്തുക. ആരോടാ? പെണ്ണുങ്ങളോടാ. ഈ പരിധിക്കപ്പുറത്തുള്ള പ്രവർത്തനത്തിന് ചില അതിർവരമ്പുകളുണ്ട്. പുറത്തുള്ള സ്ത്രീകളുമായി കണ്ട് അവരെ സംസ്കരിക്കുവാൻ പ്രായം ചെന്ന സ്ത്രീകൾക്കുള്ള സൗകര്യം സ്വാതന്ത്ര്യവും യുവതികൾക്കില്ല. പുരുഷന്മാരുമായി ഇടകലരുന്നത് മാത്രമല്ല, ഹൈവേ റൂട്ടിലൂടെ ആണുങ്ങൾ പരസ്യമായി പൊതുരംഗത്തിറങ്ങുന്നതിന്റെ ഇടയിൽ വന്നുകൊണ്ട് പ്രസംഗിക്കുന്നതും അല്ല. സ്ത്രീകളോട് പോലും പ്രബോധനം നടത്താൻ വയസ്സായ പെണ്ണുങ്ങൾക്കല്ലാതെ യുവതികൾക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് മൗദൂദിയ. പിന്നെ പുരുഷന്മാർ കേൾക്കെ പുരുഷന്മാരുടെ ഇടകലർന്നുകൊണ്ട് പ്രബോധനം നടത്താൻ ഏത് ഇസ്ലാമാ തെളിവ്? മൗദൂദി പിന്നെയും തുടരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രായം ചെന്നവരെ പോലെ സ്വതന്ത്രമായി പുറത്തിറങ്ങി മറ്റു സ്ത്രീകളെ സമീപിച്ച് അവരെ നന്നാക്കി തീർക്കാൻ യുവതികളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്ത പരിധികളിൽ ഒതുങ്ങി ജീവിക്കേണ്ടതാണ്. നാം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ജാഹിലിയത്ത് മതപ്രബോധനത്തിന്റെ പേരിൽ നമ്മുടെ സ്ത്രീകളിൽ പ്രചരിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നേയില്ല. ജാഹിലിയത്തിനെ തിരിച്ചു കൊണ്ടുവരലാണ് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രബോധന പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ. ആ സ്ഥാപകനെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കുറ്റിപ്പുറം നിലാനയുടെ തീരത്ത് പെണ്ണുകൾ തടിച്ചുകൂടിയത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ആശയം ഇന്ന് നിലവിലില്ല എന്ന കാര്യം വളരെ സ്പഷ്ടമാണ്.
ഏതേത് കാര്യത്തിലും ജനാധിപത്യ രാഷ്ട്രീയത്തിലാണെങ്കിലും മതേതരത്വത്തിന്റെ നിലപാടുകളിലാണെങ്കിലും ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം കൊടുത്ത അവരുടെ ഏറ്റവും വലിയ മുടിച്ചുടാമന്നനും സ്ഥാപകൻ നേതാവുമായ മൗദൂദിയെ പൂർണ്ണമായും കൈയൊടിഞ്ഞ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ സ്ഥാപകനായി സ്വീകരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കാൻ കേരളത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ചുറ്റുപാടിൽ ധാർമ്മികമായ അർഹത നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് പിരിച്ചുവിട്ടുകൊണ്ട് സമസ്ത ജമിയത്തുൽ ഉലമയിൽ ലയിക്കലാണ് ഭൂഷണം എന്ന് സൂചിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.